ഹലോ, ഞാൻ റിജോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ CCT മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം, സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവായി ചെക്ക് ചെയ്ത് നോക്കണം. ഈ വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നത് CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 4 എർത്ത് ആൻഡ് സ്പേസ് സയൻസസിൽ ജനറൽ സയൻസിലെ എർത്ത് ആൻഡ് സ്പേസ് സയൻസസിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചാപ്റ്റർ 4 എർത്ത് ആൻഡ് സ്പേസ് സയൻസസിലെ ചാപ്റ്ററായിട്ട് മൊത്തം നമ്മൾ കവർ ചെയ്തിരുന്നു. കഴിഞ്ഞ വീഡിയോവും പിന്നെ അതിന് മുന്നുള്ള വീഡിയോ ഒക്കെ ആയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ വീഡിയോ ഒക്കെ നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ജനറൽ സയൻസിൽ എർത്ത് ആൻഡ് സ്പേസ് സയൻസസിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ അങ്ങ് അവസാനിക്കണം, പിന്നെ പുതിയ ചാപ്റ്ററാണ് തുടങ്ങുന്നത്. അപ്പം നമുക്ക് എന്തായാലും ക്ലാസ് തുടങ്ങാം. അതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ ഈ ടിക്ക് ചെയ്തേക്കുന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത്, പക്ഷേ ചിലപ്പോൾ തെറ്റ് വരാൻ സാധ്യതയുണ്ട് നമ്മൾ ടിക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലിപ്പോൾ ലെവൽ 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ടൊന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ആകെ 130 ക്വസ്റ്റ്യൻസ് ആകാനുള്ള. അതുകൊണ്ട് നമുക്ക് ഒറിജിനൽ ആൻസറും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ സാധിക്കും. അത് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഒറിജിനൽ ആൻസർ ആയിരിക്കും ചേർത്തിട്ടായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഒരു പക്ഷേ എനിക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ, കാരണം നമുക്ക് തെറ്റ് വന്നിട്ടുണ്ട് നമ്മൾ ഈ ടിക്ക് ചെയ്തൊക്കെ പോകുമ്പോൾ. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞ പോലത്തെ ഒരു വീഡിയോ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ ടിക്ക് ചെയ്തൊക്കെ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ദയവേത് ക്ഷമിക്കണം എന്ന് പറയാൻ നമുക്ക് ആവുള്ളൂ. എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഒരുപക്ഷെ ഈ വീഡിയോ തന്നെ നമ്മൾ ഇതെല്ലാം പറഞ്ഞ് 130 ക്വസ്റ്റ്യൻസ് പറയണമെങ്കിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻസും ഒറിജിനൽ ആൻസേഴ്സും ചേർത്തുള്ള വീഡിയോ കൂടി അതിൻ്റെ ഒപ്പം തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാം കൊണ്ട് അത് ബെനിഫിറ്റ് ആയിരിക്കും. CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 4 എർത്ത് ആൻഡ് സ്പേസ് സയൻസസിൽ ജനറൽ സയൻസിലെ എർത്ത് ആൻഡ് സ്പേസ് സയൻസസിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് തുടങ്ങാം. 1 Question 1. The farthest ordinary galaxy detected is A. Milky Way, B. NGC 2770, C. Abell 1835, IR 1916, D. None of this. Answer C. Abell 1835, IR 1916. Answer C. Abell 1835, IR 1916. 2. The most distant object in the universe corresponds to a distance of A. 10.6 light years, B. more than 2 billion light years, C. 1 billion light year, D. 1.5 million light years. Answer B. more than 2 billion light years. 3. The distance between the Earth and the Sun is A. 13.8 multiply 108 km, B. 9.8 multiply 106 km, C. 150 km, D. None of this. Answer C. 150 km. Answer C. 150 km. നമ്മൾ C 150 എന്നാണ് വായിച്ചേക്കുന്നത്. അങ്ങനെ പറയാനേ ആകുന്നുള്ളൂ. ദയവേത് അഡ്ജസ്റ്റ് ചെയ്യാം. 4. The powerful experiment that took place recently to study the Earth conditions just after the Big Bang is known as A. Large Hadron Collider, B. Steady State Experiment, C. Microwave and Anisotropy Probe, C. Microwave Anisotropy Probe, D. None of this. Answer A. Large Hadron Collider. Answer A. Large Hadron Collider. ഇനി അടുത്തത് 5 മാച്ച് ദ ഫോളോയിങ് ആണ്. ഇത് ഈ കൊടുത്തേക്കുന്നത് തന്നെയാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ, വ്യത്യാസമൊന്നുമില്ല. നമുക്ക് നോക്കാം. 5 മാച്ച് ദ ഫോളോയിങ്. എ ബിഗ് ബാങ് തിയറി. One explosion occurred and the matter that flung from the explosion condensed into galaxies. B. Inflation theory. 2. At one point of time the matter of the universe started flying outward faster than the current speed of light. C. Oscillating universe theory. C. Universe continuously expands and contracts. D. The steady state theory. 4.
As the universe expands, a new matter is created to fill the leftover spaces. The steady state theory. 4. As the universe expands, a new matter is created to fill the leftover spaces. A2B3C4 D1, B A3B2 C1 D4, C A1 B2 C3 D4, D A4 B3 C1 D2. Will answer C A1 B2 C3 D4. Answer C A1 B2 C3 D4. A Big Bang theory. 1. Explosion occurred and the matter that flung from the explosion condensed into galaxies. B. Inflation theory. 2. At one point of time, the matter of the universe started flying outward faster than the current speed of light. C. Oscillating universe theory. 3. Universe continuously expands and contracts. D. The steady state theory. 4. As the universe expands, new matter is created to fill the leftover spaces. 4. As the universe expands, new matter is created to fill the leftover spaces. D. The steady state theory. 4. As the universe expands, new matter is created to fill the leftover spaces. Answer C A1 B2 C3 D4. 6. The famous astronomer who is credited with coining the term Big Bang is A. Amo Penzias, B. Robert Wilson, C. Sir Fred Hoyle, D. None of this. A. Amo Penzias, B. Robert Wilson, C. Sir Fred Hoyle, D. None of this. Answer C. Sir Fred Hoyle. 7. Which of the following statements are true about dark matter? A. It cannot be seen directly because it emits little radiation. B. It does not emit radiation at all. C. It is not present in the universe. D. All are correct. Answer A. It cannot be seen directly because it emits little radiation. Answer A. It cannot be seen directly because it emits little radiation. 8. NASA's microwave anisotropy probe shows that the age of the universe is A. 2 billion years, B. 13.6 billion years, C. 13.7 billion years, D. None of this. Answer C. 13.7 billion years. 9. Rotation speeds of galaxies is explained on the basis of A. The Big Bang, B. The oscillating universe theory, C. Gravitational force of the dark matter, D. No such theory exists. Answer C. Gravitational force of the dark matter. 10. Solar system revolves around the center of the Milky Way and takes dash light years to complete one revolution. A. 2 billion, B. 224 multiply 10 6, C. 6.8 multiply 10 5, D. None of this. Answer B. 224 multiply 10 6. 11. Which of the following statements is true? A. The definition theory states that the appearance of the universe with the time remains constant. B. The term Big Bang was coined by Sir Fred Hoyle. C. Strong radiations are emitted by the dark matter. D. The powerful experiment that recreated the condition of the Big Bang was carried out successfully in CERN, Switzerland in 2007. Answer B. The term Big Bang was coined by Sir Fred Hoyle. Answer B. The term Big Bang was coined by Sir Fred Hoyle. 12. Island universes is another name for A meteor, B. An asteroid, C. The galaxies, D. The solar system. Answer C. The galaxies. 13. The diameter of the Milky Way is A. 10.5 light years, B. 10.6 light years, C. 10.8 light years, D. It cannot be measured. Answer A.
10.5 light years. 14. The galaxy closest to the Milky Way is a triangulum galaxy. B. Capricorn dwarf. C. Andromeda Nebula. D. Burbage chain. Answer C. Andromeda Nebula. Answer C. Andromeda Nebula. The galaxy closest to the Milky Way is A. Triangulum galaxy. B. Capricorn dwarf. C. Andromeda Nebula. D. Burbage chain. Answer C. Andromeda Nebula. 15. Which of the following acts as a point source of radio waves? A. Neutron star. B. Black hole. C. Pulsar. D. Quasar. Answer D. Quasar. 16. Which of the following signifies a galaxy in its early stages of evaluation? A. Protostar. B. Constellation. C. Star. D. Quasar. Answer D. Quasar. 17. Milky Way is a part of the group comprising 3 dozen galaxies. The largest galaxy in this group is A. The giant elliptical galaxy. B. The Milky Way. C. Andromeda galaxy. D. None of this. Answer C. Andromeda galaxy. 18. Our Milky Way is part of the cluster also known as the A. Orion AM. B. Island universes. C. Local group. D. None of this. Answer C. Local group. 19. The sun lies dash light years away from the center of the Earth's galaxy. A. 13,000. B. 14,000. C. 10,600. D. 6.8 multiply 10.5. Answer A. 13,000. 19. The sun lies dash light years away from the center of the Earth's galaxy. A. 13,000. B. 14,000. C. 10,600. D. 6.8 multiply 10.5. Answer A. 13,000. 20. The center of the galaxy of the Earth is dash, which is a source of powerful radio waves. A. Orion. B. Sagittarius. A. CM33. D. Andromeda. Answer B. Sagittarius A. Answer B. Sagittarius A. 20. The center of the galaxy of the Earth is dash. It is a source of powerful radio waves. A. Orion. B. Sagittarius. A. CM33. D. Andromeda. Answer B. Sagittarius A. The center of the galaxy of the Earth is dash. It is a source of powerful radio waves. A. Orion. B. Sagittarius A. C. M33. D. Andromeda. Answer B. Sagittarius A. 21. Andromeda Nebula, the galaxy closest to the Milky Way is dash light years away from it. A. 13,000. B. 10. C. 6.8 multiply 10.5. D. 8.6 multiply 10.5. Answer C. 6.8 multiply 10.5. 22. The immeasurably dense collapsed stars with such strong gravitational pull that even light cannot escape is called dash. The immeasurably dense collapsed stars with such strong gravitational pull that even light cannot escape is called dash. A. Dark matter. B. Quasar. C. Black hole. D. None of this. Answer C. Black hole. Spelling mistake ഉണ്ട്, ദയവായി ക്ഷമിക്കുക. 22. The immeasurably dense collapsed stars with such strong gravitational pull that even light cannot escape is called dash. A. Dark matter. B. Quasar. B. C. Black hole. D. None of this. Answer C. Black hole. 22. The immeasurably dense collapsed stars with such strong gravitational pull that even light cannot escape is called dash. A. Dark matter. B. Quasar. C. Black hole. D. None of this. Answer C. Black hole. 23. The body that comprises 99% of the total masses of the solar system is A.
galaxies. B. Asteroids. C. Earth. D. Sun. Answer D. Sun. The body that comprises 99% of the total masses of the solar system is A. Galaxies. B. Asteroids. C. Earth. D. Sun. Answer D. Sun. 24. Match the following stars with their respective constellations. Star constellation. Star constellation. A. Sirius. 1. Canis Minor. B. Canopus. 2. Canis Major. C. Rigil Centaurus. 3. Orion. D. Procyon. D. Procyon. 4. Carina. Star constellation. A. Sirius. 1. Canis Minor. B. Canopus. 2. Canis Major. C. Rigil Centaurus. 3. Orion. D. Procyon. 4. Carina. A. A1 B2. C. A. A1 B2 C3 D4. B. A2 B3 C1 D4. C. A2 B4 C3 D4. D. A4 B3 C1 D2. A. A1 B2 C3 D4. B. A2 B3 C1 D4. C. A2 B4 C3 D4. D. A4 B3 C1 D2. Answer C. A2 B4 C3 D4. Answer C. A2 B4 C3 D4. A. Sirius. 2. Canis Major. B. Canopus. 4. Carina. C. Rigil Centaurus. Orion. D. Procyon. 4. Carina. A. Sirius. 2. Canis Major. B. Canopus. 4. Carina. C. Rigil Centaurus. 3. Orion. D. Procyon. 4. Carina. ഈ കെരീന എന്നുള്ളത് രണ്ടെണ്ണത്തിനും ആൻസർ ആയിട്ട് വരുന്നുണ്ട്. ബി എന്നാണ് കാനോപ്പസിനും കെരീന എന്നാണ് വരുന്നത്. അതുപോലെ തന്നെ ഡി പ്രോസിയോണും കരീന എന്നാണ് വരുന്നത്. അപ്പൊ രണ്ടും ഒന്ന് ശ്രദ്ധിക്കുക ദയവേത്. അപ്പൊ ഒരിക്കൽ കൂടി പറയാണ്. ആൻസർ സി എ സിറിയസ്, 2 കാനിസ് മേജർ, കാനോപ്പസ് ബി കാനോപ്പസ്, 4 കരീന, സി റിജിൽ കെൻറ്റാറസ്, 3 ഓറിയോൺ, ഡി പ്രോസിയോൺ, 4 കരീന. പിന്നെ അടുത്ത 25. There are dash different constellations known so far. There are different constellations known so far. A 82, B 80, C 88, D infinity. Answer C 88. 26. The first astronomer who classified the galaxies into 3 shapes was A. Bernard, B. Edwin Hubble, C. Emo Penzias, D. None of this. Answer B. Edwin Hubble. Answer B. Edwin Hubble. The first astronomer who classified the galaxies into 3 shapes was A. Bernard, B. Edwin Hubble, C. Emo Penzias, D. None of this. Answer B. Edwin Hubble. 27. The diameters of galaxies in case of dwarf, elliptical and giant elliptical galaxies ranges from dash to dash. A. 2 lakh to 4 lakh light years. B. 13,000 light years to 15,000 light years. C.
16,000 to 17,000 light years. D. None of this. Answer B. 13,000 light years to 15,000 light years. Answer B. 13,000 light years to 15,000 light years. 27. The diameters of galaxies in case of dwarf elliptical and giant elliptical galaxies ranges from dash to dash. A 2 lakh to 4 lakh light years. A 2 lakh to 4 lakh light years. B. 13,000 light years to 15,000 light years. C. 16,000 to 17,000 light years. D. None of this. Answer B. 13,000 light years to 15,000 light years. 28. The star closest to the Earth is A. Proxima Centauri. B. Alpha Centauri. B. C. Sun. D. Sirius A. Answer C. Sun. The star closest to the Earth is A. Proxima Centauri. B. Alpha Centauri. B. C. Sun. D. Sirius A. And answer C. Sun. 29. The star farthest from the Earth is A. Barnard's star. B. UV Centi A. C. Sirius A. D. Lilacside 21,185. D. Lilacside 21,185. The star farthest from the Earth is A. Barnard's star. B. UV Centi A. C. Sirius A. D. Lilacside 21,185. Answer C. Sirius A. Answer C. Sirius A. 30. The branch of astronomy that deals with the origin and evaluation of the universe is A. Astrology. B. Astronomy. C. Cosmology. D. None of this. Answer C. Cosmology. The branch of astronomy that deals with the origin and evaluation of the universe is A. Astrology. B. Astronomy. C. Cosmology. D. None of this. Answer C. Cosmology. 31. Atomic particles generally comprise A. Nuclei of hydrogen atoms. B. Nuclei of heavier elements. C. Both protons and nuclei of other heavier elements. D. Electrons. Answer C. Both protons and nuclei of other heavier elements. 32. The slower cosmic ray particles are generated A. by stellar explosions. B. by solar flares. C. by heavier elements. D. from outer space. Answer B. by solar flares. 33. The energetic particles in space are believed to be produced as a result of A. solar flares. B. Earth atmosphere. C. stellar explosions. D. no such particles exist. Answer C. stellar explosions. 34. Primary cosmic rays from the outer space A. do not have any effect on human life. B. can destroy cells in the human body. C. contain heavier elements only. D. are made up of hydrogen nuclei. Answer B. can destroy cells in the human body. 35. Stars are made up of dash. A. protons. B. hydrogen only. C. cosmic dust and gas nebulae. D. none of this. Answer C. cosmic dust and gas nebulae. Answer C. cosmic dust and gas nebulae. 36. Strong forces of gravitation that pull particles together to form clumps within the nebula are called dash. A. stellar forces. B. Bok globulus. C. gravitation forces. D. flares. Answer B. Bok globulus. Strong forces of gravitation that pull particles together to form clumps within the nebulae are called dash. A. stellar forces. B. Bok globulus. C. gravitation forces. D. flares. Answer B. Bok globulus. 37. As a result of nuclear fusion, A dash is born. A quasar. B
protostar, C. pulsar, D. none of this. Answer B. Protostar. 38. Star that emits radio signals is A. red dwarf, B. protostar, C. pulsar, D. hot subdwarf. Answer C. pulsar. Answer C. pulsar. 39. Betelgeuse is an example of which of the following stars? A. neutron star, B. red dwarf, C. white dwarf, D. none of this. Answer D. none of this. 40. Proxima Centauri or closest star after the sun is dash. Light years away from. Proxima Centauri or closest star after the sun is dash. Light years away from. Proxima Centauri or closest star after the sun is dash light years away from us. Proxima Centauri or closest star after the sun is dash light years away from us. A. 1 billion, B. 4.2, C. 4.1, D. 3.26. Answer B. 4.6. 41. The unit for measuring star distance is A. astronomical unit, B. parsec, C. light year, D. none of this. Answer B. parsec. അടുത്തത് 42. match the column. 42. match the column. Star properties. A. hot subdwarfs, one largest and among the brightest stars. B. white dwarfs, two stars at the center of the planetary nebula. C. red supergiant stars, 3 small dense fading out. D. red giants, 4 large stars in the later stage of stellar evaluation. A. A1 B3 C2 D4, B. A1 B4 C3 D2, C. A4 B3 C2 D1, D. A2 B3 C1 D4. Answer D. A2 B3 C1 D4. Answer D. A. hot subdwarfs, 2 stars at the center of the planetary nebula. B. white dwarfs, 3 small dense fading out. C. red super giant stars, 1 largest and among the brightest stars. D. red giants, 4 large stars in the matter stages of stellar evaluation. D. red giants, 4 large stars in the matter stages of the stellar evaluation. 43. The countless fragments of rock and metal leftovers present in our solar system are dash. A. planets, B. asteroids, B. asteroids, C. protostar, D. none of this. Answer B. asteroids. A. planets, B. asteroids, C. protostar, D. none of this. Answer B. asteroids. 44. The diameter of the solar system is dash. A. 150,3030 km, B. 9.8 multiply 106 km, C. 1170 crore km, D. none of this. Answer C. 1170 crore km. ഇതിലെ എയിലെ നമ്പർ നമ്മൾ ജസ്റ്റ് 150,3030 km എന്ന് വായിച്ചിട്ടുള്ളൂ. ദയവേത് അഡ്ജസ്റ്റ് ചെയ്യുക. ഇതിലെ ആൻസർ സി 1170 crore km. 45. The earliest scientific theory on the origin of the solar system was put forward by A. Marcus D. Laplace, B. Sir Fred Hoyle, C. Robert Nielsen, D. Avo Penzias. Answer A.
മാർക്യൂസ് ഡി ലാപ്ലേസ്. ആൻസർ എ മാർക്യൂസ് ഡി ലാപ്ലേസ്. 46 45 ഏതായാലും ഒരു പ്രാവശ്യം വായിക്കാം. 45 The earliest scientific theory on the origin of the solar system was put forward by dash. A. Marcus D. Laplace. B. Sir Fred Hoyle. C. Robert Nielsen. D. Avo Penzias. Answer A. Marcus D. Laplace. Answer A. Marcus D. Laplace. സോറി, നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി പോയി. നമ്മുടെ വീഡിയോയുടെ വെച്ച് അവസാനിപ്പിക്കേണ്ട അവസ്ഥ നമ്മൾ 45 വരെ പറഞ്ഞിട്ടുണ്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് 1 മുതൽ. ക്യാമറയുടെ ക്ലാരിറ്റി ഇല്ലാത്തതിന് ദയവേത് ക്ഷമിക്കുക. നമ്മൾ ഇത് മൊത്തം 130 ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇത് മൊത്തം. അതിനുശേഷം എന്താ പറയാ, ഒറിജിനൽ ആൻസേഴ്സും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടും കൂടിയും വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. ഒരു കാര്യം മുൻകൂട്ടി പ്ലാൻ ചെയ്യായിരുന്നു പറയും, സത്യ കാര്യമാണ്. നമുക്ക് എന്തായാലും അടുത്തൊരു പുതിയൊരു വീഡിയോ ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. ഇതിന്റെ ബാലൻസ് ഭാഗം 45 മുതൽ നമ്മൾ പറയും. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, ജനറൽ സയൻസ്, എർത്ത് ആൻഡ് സ്പേസ് സയൻസസിൽ. അതിനുശേഷം എല്ലാം അവസാനിപ്പിച്ചതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഉൾക്കൊള്ളിച്ചിട്ട് ഒരു നല്ലൊരു വീഡിയോ ചെയ്യും. എന്തായാലും നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും ഇതിലുള്ള തെറ്റുകൾ ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. അതുപോലെ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക. പിന്നെ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സിലബസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം, ഒരിക്കലും മറക്കരുത്. പിന്നെ ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യും, സോങ്സ് ഒക്കെ മിക്സ് ചെയ്ത് എഫക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്തതിന് ശേഷം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങളുടെ കോൺസെൻട്രേഷൻ എന്തെങ്കിലുമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ദയവേത് എന്നോട് ക്ഷമിക്കണം. പിന്നെ ഈ വീഡിയോ നമ്മൾ രാത്രി എടുക്കണം എന്നുള്ള പ്രത്യേകത ഉണ്ട്. അപ്പോൾ CCTV കൊണ്ട് നല്ല രീതിയിൽ വീഡിയോ ഉപകരിക്കുന്നു ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. നല്ലൊരു CCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CCT എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ ഫാന്റാസ്റ്റിക് ഡേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.